ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ്, അതായത് ഞങ്ങൾ സെറ്റിലായിരുന്നത് ഖത്തറിലാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സോ കുറേ നാളത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല ഇപ്പം ലാസ്റ്റ് വന്നത്. സോ അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹാപ്പനിങ്. സോ ഇതിപ്പം സമയം 2 മണിയാവാൻ പോകുന്നത്. 2:30 ആകുമ്പോൾ നമ്മുടെ ഊബർ വരും. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നതാണ്. അവിടുന്ന് ഡൽഹിയിൽ നിന്നാണ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ. നമുക്ക് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഫോട്ടോ മോഡ് വീഡിയോയിൽ എടുത്താലാണ് ഇത് വർക്കാവുക. അപ്പം ഞാനിങ്ങനെ ആയിരിക്കും എൻ്റെ പൊസിഷൻ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം. സോ വിൽ സീ. ബൈ. എനിക്ക് ഉറക്കം വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങി, ബട്ട് സ്റ്റിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ യാത്ര ചെയ്തു. എന്ത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഗേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ടൈമാട്ടോ നമ്മൾ ഡൽഹിയിലൊക്കെ വരണേ. അപ്പോൾ വിശന്നിട്ട് വയ്യ, ഫുഡ് കഴിക്കാൻ പോട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ നേപ്പാളിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. നേപ്പാളിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഇവർക്ക് എൻറ്റയർ നേപ്പാൾ ത്രൂ ഒരു ലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയിൽ കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ നേപ്പാളിൽ ഏത് ഏരിയയിൽ പോയാലും ഈ ഒരു ലേക്ക് കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു ആ നടുക്ക് കാണുന്നുണ്ടോ, അതുപോലൊരു ലേക്ക്. ഇത് എൻറ്റയർ നേപ്പാൾ, ഞങ്ങളൊരു 3 പ്ലേസിൽ പോയി, അവിടെയൊക്കെ ഈ ലേക്ക് കണക്റ്റഡ് ആണ്. रास्ता पता चला आपको? इधर से कुछ राइट दिखती है। नहीं हम थोड़ी बात में आपको पूछूंगा, वो चालू कर रहा हूँ। ഇതൊന്നുമല്ല, ഇവിടുത്തെ ഉറപ്പാണ്. 100% ഉറപ്പാണ്. അയാളുടെ പേര് പേരെന്താ വായിക്കാൻ പറ്റുന്നില്ല. അയാളെല്ലാം എടുക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പോയി കളിയാക്കും. പൂവുണ്ട്.
വയല് മരത്തേനെ പോകും, മരത്തെ നോക്കുക ബാക്കിലൂടെ. സോ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഡിലക്സ് ബെഡാണ്. വലിയ സ്പേഷ്യസ് അല്ല, ബട്ട് സ്റ്റിൽ ഇത് ഉള്ളത് നീറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ മണി 1700 എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. ഹായ്, ഇതാണ് ഞാൻ ഉണ്ടപ്പക്കുഞ്ഞ്. ഇവർക്ക് നമുക്ക് ബാൽക്കണി ഉണ്ട്. ഇത് ഓപ്പൺ ആക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ചായ വന്നിട്ടുണ്ട്. ഗ്രീൻ ഗ്ലാസ് ഇതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ഫസ്റ്റ് നേപ്പാളിലെ ചായ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ. എങ്ങനെയുണ്ട്? നല്ല ചായ, നമ്മുടെ നാട്ടിലത്തെ പോലെ. നല്ല. ഇനി ഞാൻ കുടിച്ച് നോക്കട്ടെ. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മേ ബി ഇവരുടെ ടീ പൗഡറിൻ്റെ ഇതായിരിക്കും കേട്ടോ. ക്വാണ്ടിറ്റി ഉണ്ട്. സിറ്റ് ഹിയർ. ഇവിടെ സത്യം പറഞ്ഞാൽ സമയം 3 മണി ആയിട്ടുള്ളൂ. ഓക്കെ, കാണാമോ? 3 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ക്ലൈമറ്റ്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ബാംഗ്ലൂരില്ലേ, ബാംഗ്ലൂരിൻ്റെ ഒരു സിമിലാരിറ്റി. മെജോറിറ്റി അതുപോലെ തന്നെ. പിന്നെ കുറച്ച് ചൈനീസ് നമുക്ക് ഫീൽ ചെയ്യും, കാരണം റോട്ടിലൊക്കെ അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ. ബാക്കി ക്ലൈമറ്റൊക്കെ അടിപൊളി. 3 മണി ആയിട്ടുള്ളൂ, പക്ഷെ ഇപ്പം തന്നെ ക്ലൈമറ്റ് നോക്കുക, ആകെ ഒരു മൂടൽ പിടിച്ച പോലെ. പക്ഷെ നല്ല ക്ലൈമറ്റ്. കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ഹോട്ടലൊക്കെ മിക്കവാറും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്, അതായത് ഫാമിലീസ് റൺ ചെയ്യുന്ന ഹോട്ടൽസാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒതൻറ്റിക് നേപ്പാളി ഫുഡാണ് നമ്മൾ കഴിച്ചതൊക്കെ. ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. Hello, Madhu. Hi. Hi. Madhu. Hi. Hi, bolo. Hi. ബിയറൊരു എക്സ്ട്രാ സാധനമാണ്. നല്ലത് മറ്റേ ഇതാ ഇവിടെ നോർമൽ. നമ്മളിപ്പോൾ പോകുന്നത് തമ്മൽ എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ കൂടെയാണ് കേട്ടോ, നേപ്പാളിൻ്റെ. സോ ഇന്ന് രാത്രി ചുമ്മാ ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് അങ്ങനത്തെയൊക്കെ, നമ്മളിപ്പം നാട്ടിൽ പറയുകയാണെങ്കിൽ ബ്രോഡ്വേ പോലത്തെയൊക്കെ ഒരു സ്ട്രീറ്റാണ്. ഇവിടെയാണ് ഷോപ്പിംഗ് കൂടുതലുള്ള സ്ഥലം. ഇതൊരു ഷോപ്പിംഗ് ഏരിയ. അപ്പം ഇന്ന് നൈറ്റ് നമ്മളിതിൽ നടക്കാൻ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. Oh,
പോവാലോ. ഡിസൈൻ കൊള്ളാം, പക്ഷെ പൈസ കൂടുതല. ഉണ്ടല്ലേ കാണാൻ. മറ്റേ തൂക്കിയിടത്തില്ല. ഇതൊക്കെ മേടിക്കുന്ന ഒരു കടയിൽ കയറാമേ. നമുക്ക് ഇവരുടെ ബേക്കറിയിൽ കയറി നോക്കാം കേട്ടോ. ഇത് നമ്മുടെ അവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയല്ലേ? itu samsat keluar itu anu itu. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. എനിക്ക് ചെറുതായിട്ട് കോൾഡ്. ഞാൻ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നു. നിശാനൊരു ബ്ലാക്ക് കോഫി ഒക്കെ കുടിച്ച് ഇരിക്കുന്നു. ഇവിടെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആട്ടോ. എനിക്ക് ഇവിടുത്തെ കോൾഡ് കിട്ടിയത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകണം. ഓക്കെ, കാഠ്മണ്ഡു പോസ്റ്റ്, ഇവിടുത്തെ പത്രം. ഇവിടുത്തെ റെയിനി സീസണാണ് പറയുന്നത്. Come back for the lunch. After lunch, you have two choices. നമ്മളപ്പം കാഠ്മണ്ഡുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൊക്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതിനൊരു ട്രാവൽസിൽ വന്നതാണ്, റെയിൻബോ ട്രാവൽസ്. ഇവരുടെ സർവീസാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കാരണം വേറെ ഏജൻസിയുടെ ഒക്കെ നമ്മൾ അവിടെ നിന്ന് പൊക്രയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ ചൂസ് ചെയ്തു. അവരുടെ ബസ് സർവീസൊക്കെ ഭയങ്കര മോശമായിരുന്നു. AC കംപ്ലയിൻറ്റ്, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ ഓൾവേസ് പ്രിഫർ ഈ ട്രാവൽസ്. हम इधर है अभी इधर से ഇവിടെ നിന്ന് പൊക്ര എന്ന് പറയുന്നത് ഇവിടെ ഇത്. ഓക്കെ, നമുക്ക് പോകേണ്ടത് പൊക്രയിലേക്ക് പോകാം. പൊക്രയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ दूसरा इधर है ना? ചിത്വ നാഷണൽ പാർക്ക്. അത് നമുക്ക് എല്ലാവർക്കും ये पूरा नेपाल है. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് പ്രിഫർ ഫ്ലൈറ്റ് കാഠ്മണ്ഡു ടു പൊക്ര എയർപോർട്ടിലേക്ക്. കാരണം ബൈ ഫ്ലൈറ്റ് ആണെങ്കിൽ 1/2 hour എടുക്കത്തുള്ളൂ. പക്ഷേ ഇച്ചിരി ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. നിയർ ടു 10,000 വരും പെർ ഹെഡ്. നിയർ ടു പെർ ഹെഡാണോ രണ്ടുപേർക്കും കൂടിയിട്ടാണോ എനിക്ക് അപ്പോൾ ഓർമ്മയില്ല. ബട്ട് അങ്ങനെയാണ് ചാർജസ് വരിക. പക്ഷെ ബൈ ബസ്സാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഒരു ദിവസം പോക്കാൻ നിയർ ടു 10 hours, 6, 7, 8 hours ഒക്കെ ടൈം എടുക്കും നമ്മൾ പൊക്ര എത്താൻ. കാരണം റോഡ് ഭയങ്കര മോശമാണ്. അവരുടെ ക്ലൈമറ്റും അവരുടെ ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ കാരണം റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളിവിടെ നിന്നാണ് ബൈക്ക് റെൻറ്റിനെടുത്തത്. അപ്പോൾ നമ്മളോട് ഇവിടെ ഇവർ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ.
എല്ലാവരും ഇങ്ങനെയാണ് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട്. ഈ റെയിൻബോ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്താണ് നമ്മൾ ടാക്സി നമ്മൾ നാളെ പൊക്കാരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ബുക്ക് ചെയ്തെടുക്കുന്നത് ഇവരുടെ നിന്നാണ്. പിന്നെ ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. റിവർ റാഫ്റ്റിങ്, ബംഗിങ് ജമ്പിങ്, ഇത് പിന്നെ ചന്ദ്രഗിരി ഹിൽ ബൈ കേബിൾ കാറ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഉള്ളത്. നമ്മളിങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, മേ ബി നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബഡ്ജറ്റ് എന്നൊക്കെ. ഓക്കെ, അങ്ങനെ തന്നെയാ. സ്കൂള്, അവരുടെ പേരിലുള്ള സ്കൂള്. ഇവിടുത്തെ യൂണിഫോം ഒക്കെ അടിപൊളിയല്ലേ? നല്ല അടിപൊളി. Only Nepal, Indians. Yeah, Indians, but currency is Nepal. No. I'm not. നോക്കി, ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ഇവരുടെ ഈ സംഭവമില്ലേ, ഇതിനകത്ത് ഭയങ്കര ഇതുണ്ട്. बनाउने सिम्बोहरू आजको मनाइएको हुन्छ। यसले गर्दाखेरि मलाई നമ്മുടെ ഏതൊരു ഈ ബേക്കറിയിലാണ് നമ്മളിപ്പോൾ കയറിയത് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കായിരുന്നേ. ഇത് ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ലൊരു ബേക്കറിയാന്ന് തോന്നുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 വീലർ റെൻ്റ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. ടാക്സി ഓപ്റ്റ് ചെയ്തില്ല, കാരണം ടാക്സി ഭയങ്കര എക്സ്പെൻസീവാണ്. അവരൊക്കെ ഭയങ്കര കഴുത്തിറക്കുന്ന ചാർജാണ് അവർ ചെയ്യുക നമ്മൾ ടൂറിസ്റ്റാന്ന് അറിയുമ്പം. ഓൾവേസ് ബെറ്റർ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് മതി അവിടെ. അപ്പം 2 വീലർ ഓപ്റ്റ് ചെയ്യാണ് നല്ലത്. പിന്നെ അവിടുത്തെ ഫ്ലവേഴ്സ് കണ്ടോ, ഈ ഒരു വയലറ്റ് കളർ ഫ്ലവേഴ്സാണ് അവിടെ മിക്ക സ്ഥലത്തും അവിടെ ത്രൂ ഔട്ട് നമുക്കിത് കാണാൻ പറ്റി കേട്ടോ. സോ അപ്പോൾ അതൊരു നല്ല വ്യൂ ആയിരുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ എന്തെന്ന സിനിമയുടെ പേര്, യോധ മൂവിക്കകത്ത് മോഹൻലാലോ ഇത് വന്നില്ല, അക്കസേട്ടോ. അതാണ് ഇത്. നമുക്ക് പാർക്കിംഗ് തപ്പി. കുറച്ചധികം സ്റ്റെപ്പ് കയറാനുണ്ട്, അപ്പോൾ കയറട്ടെ. Is this sound we call the therapy sound, the healing to mind, and that one they use for your chakra, for crown chakra, agya. When you listen, that time this finger to open, okay? Do you feel much vibrate? This is small effect. Yes. To the mantra, this is for mantra Om Mane Padme Hum. Does this mean God give long life? This is also mantra, but this is like lotus flower, and inside the Tibetan cherry we call is a conch shell. Conch shell is the symbol of the peace, and also Tibetan cherry. But inside the mixed metals, iron, brass, copper, all the mixed metals, 7 different. 7 items. You do your. Oh my God, you can do it. Make more praise. One thing, stick always touch to ball. Easy praise. Continue. How many stairs? This place you get the bottom to top like 365 steps. You know the meaning? No. 365 days. Yes, day of the year. Okay. The meaning of. And this temple is 2,500 years old. And this is mixed temple, half Indian, half Buddhist. ഇത്രയും സ്റ്റേഴ്സ് നമ്മൾ കയറി, 365 സ്റ്റേഴ്സ്. ഭയങ്കര ടയർഡായിട്ടോ. കുറേ നാളായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഓക്കെ, ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. എന്ത് രസമല്ലേ സിറ്റി കാണാൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
അയ്യോ അണയ്ക്കുന്ന ഹായ് ഇവിടുന്ന് സിറ്റി വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. പൊളിയില്ലേ? മറ്റേ ജയ്പൂരൊക്കെ കാണുന്ന പോലെ. ഒരു കുരങ്ങൻ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവിടം വരെ മേലെ പോയി. ഏറ്റവും ടോപ്പ് അതായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ കറങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാട്ടോ. ഇത്രയും ഹൈറ്റ്സിലായിരുന്നു നമ്മൾ സ്റ്റേഴ്സ് കയറി പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം തിരിച്ച് പോന്നു. പിന്നെ കുറേ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അപ്പോൾ ദൈവത്തെ ഓർത്ത് കയ്യിലും ഒന്നും പിടിച്ചിട്ട് വരരുത്. ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാതിരിക്കുമായിരിക്കും നല്ലത്. നല്ലപോലെ ശല്യമുണ്ട് കുരങ്ങന്മാരുടെ. ഇവരുടെ ഇവിടെ മോമോസ് ആൻഡ് ചിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടോ, മോമോസ് ആൻഡ് നമ്മുടെ ചായ ഇവർക്ക് ചിയാണ്. അതുപോലെ മസാല മിക്സ് ടീ ആണ് ഇതിനുള്ളത്. അടിപൊളി കപ്പ്. എന്തോ ഒരു സൂപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ട്രൈ ഇവിടെ വരുന്നവരൊക്കെ ഒരു സ്പൂൺ കഴിച്ചോ. അത് നല്ലതായിരിക്കും. മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി ഫില്ല് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്ന സംഭവമാണ്
തുപ്പ. അതായത് ഇതിൻ്റെ മിക്സ് തുപ്പയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. വെജ്, ചിക്കൻ, ബീഫ്, എഗ്ഗ്, പോർക്ക് പല ഫ്ലേവർ ഉണ്ട്. നമ്മൾ മിക്സ് ഓർഡർ ചെയ്തു. ഇത് മറ്റേ നമ്മുടെ സൂപ്പ് നൂഡിൽസ് ഇല്ലേ, അതിൽ കുറേ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, നല്ല ചൂടുണ്ട്. നമ്മൾ ട്രൈ ചെയ്യട്ടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇത് മെയ് 1 ആണെന്ന്. നമ്മൾ പൊക്കാരയ്ക്ക് പോവുകയാണ്. കേൾക്കാൻ പോയാൽ പറയുന്നത്. അപ്പം നമ്മൾ ഏർലി മോർണിംഗ് ആണ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രാവൽസിൻ്റെ അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. സോ അത് അപ്പം ഇവിടുന്ന് ഒരു 7 hours ട്രാവലുണ്ട് ബൈ റോഡ് ടു പൊക്കാര. അപ്പം നമ്മളതാണ് ഓപ്റ്റ് ചെയ്തത്. ഫ്ലൈറ്റ് ഭയങ്കര ഹൈ പ്രൈസാണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ബസ്സാണ് അഫോർഡബിൾ. സോ യാ, എന്താ എന്തോരം വണ്ടി കിടക്കുന്നത്. ഞാൻ ഒരു ബസ്സല്ല 2 ബസ്സൊക്കെ. ഈ പൊക്കാരയ്ക്ക് പോലെ ബസ്സുകളാട്ടോ കിടക്കുന്ന മൊത്തം. നമ്മൾ ഇത്രയും ലോങ് ക്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. നമ്മുടെ വണ്ടി ഐ തിങ്ക് ദിസ് ഗ്രീൻ വൺ. ആ യെസ്, കിട്ടി. ഓ, തുറക്കാൻ പറ്റുമോ? നമ്മുടെ ബസ്സിൽ വരാനുള്ള വേറെ ആൾക്കാരാട്ടോ. 7 hours ജേർണിയാണ്. ഫോറിനേഴ്സും എല്ലാവരും ഉണ്ട്. ഓക്കെ, ഫൈനലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഓക്കെ, നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഫുഡൊക്കെയാണ് കേട്ടോ ഇത്. ब्रेकफास्ट हम लोग पैक के रखता. तिमी यहाँ आउने बेला यहाँ के गरे हरियो कलर छ अलि अगाडि लिएर आइज है गाडी है. अलि अगाडि छ रेम्बो है गाडीको नाम. रेम्बो